മുനമ്പത്ത് സർക്കാരിന് താൽക്കാലിക ആശ്വാസം. ജുഡീഷ്യൽ കമ്മീഷന് തുടരാൻ ഹൈക്കോടതി അനുമതി നൽകി. സർക്കാർ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുനമ്പം കമ്മീഷനെ അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ നൽകിയാണ് കോടതിയുടെ നടപടി. മുനമ്പം കമ്മീഷൻ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. മുനമ്പത്തെ താമസക്കാരെ അവിടെ നിലനിർത്താൻ സർക്കാരിന് വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യണം, അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യണം. ഗവൺമെൻറ്റിനെ അവരുടെ സംരക്ഷണമാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് കമ്മീഷൻ വച്ചത്. അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. കമ്മീഷൻ തെളിവെടുപ്പ് കഴിഞ്ഞു, ഹിയറിംഗ് കഴിഞ്ഞു. ആ സ്റ്റേജിലാണ് കോടതി കേസ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നിർത്തി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ രണ്ടാമത് പ്രവർത്തനം ഉടനെ തുടങ്ങും, ഇന്ന് തന്നെ തുടങ്ങും. ഇനി ഈ മാസം അടുത്ത മാസം 31 വരെ സമയമുണ്ട്. അതിനുമുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോടതി വിധിയിൽ സന്തോഷമെന്ന് മുനമ്പം സമരസമിതി ചെയർമാൻ ജോസഫ് റോക്കി പറഞ്ഞു. അന്തിമ വിധിയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് റോക്കി. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് നീതി കിട്ടി, സർക്കാരിൻ്റെ വിജയവും കൂടിയാണ്. ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാരെടുത്ത തീരുമാനമായിരുന്നു കമ്മീഷൻ. ആ കമ്മീഷൻ ഇപ്പോൾ ജീവൻ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ തരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം മുനമ്പം വഖഫ് ഭൂമി കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയിൽ വിധി ഇന്ന് പറയും. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്നാസ് യാദും മുനമ്പത്ത് നിന്ന് അജിത്തുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഷബ്നാസ് യാദിലേക്കാണ്. ഷബ്ന, സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസമാണ്. സർക്കാർ എടുത്ത നിലപാടിനെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ പോലും ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ആശ്വാസമായി തന്നെ വിലയിരുത്താമല്ലോ. കമ്മീഷൻ പ്രവർത്തനം പുനരാരംഭിക്കാം. ബിനിൽ, തീർച്ചയായും ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു കമ്മീഷൻ നിയമിക്കുന്നത്. ഹൈക്കോടതിയിലെ തന്നെ റിട്ടയർഡ് ജഡ്ജായ CN രാമേന്ദ്രൻ നായരെയാണ് സർക്കാർ ഈ കമ്മീഷനായി നിയമിച്ചത്. പിന്നീട് കമ്മീഷൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രാഥമിക നടപടിയായി ഹിയറിംഗിന് വിളിപ്പിക്കുകയും നോട്ടീസ് നൽകുകയും അടക്കമുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു നിയമപ്രശ്നം കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. വഖഫ് സംരക്ഷണ വേദിയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. അതായത് ഈ വഖഫ് കമ്മീഷൻ്റെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അസാധുവാക്കണം എന്നാവശ്യപ്പെട്ട് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഇതിൽ വിധി പറയുമ്പോൾ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാർ ഒട്ടും ധൃതി പിടിച്ചാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ നിയമിച്ചത്. അതോടൊപ്പം തന്നെ മൈൻഡ് അപ്ലൈ ചെയ്തിരുന്നില്ല, യാന്ത്രികമായി കമ്മീഷൻ നിയമിക്കുകയായിരുന്നു, നിയമപരമായിട്ടല്ല കമ്മീഷന്റെ നിയമനം തുടങ്ങിയ കാര്യങ്ങൾ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരം ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ സർക്കാർ ഈ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത്തരം ഒരു നിയമപ്രശ്നം കോടതിക്ക് മുമ്പാകെ എത്തുന്നു. കോടതി കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. അതിനു മുമ്പേ തന്നെ സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തി. കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി അറിയിക്കുകയും കമ്മീഷൻ നോട്ടീസ് നൽകിയവരോട് ഹാജരാകേണ്ട എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കമ്മീഷൻ പ്രവർത്തനം നിലച്ചത്. പിന്നീട് സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്ന ഉടൻ തന്നെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചു. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. കേസിൽ കോടതി പറഞ്ഞിട്ടുള്ളത് ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടരാം. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ആണ്, റദ്ദാക്കിയിട്ടില്ല, സ്റ്റേ ആണ്. അതായത് താൽക്കാലികമായി തുടരാം എന്നതാണ്. അതിനുശേഷം ജൂലൈയിൽ ഇതിൽ വിശദമായ വാദം കേൾക്കും. പിന്നീടായിരിക്കും ഇതിൽ അന്തിമ ഉത്തരവ് വരിക. ഇപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം തുടർന്നാലും കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാം, അതോടൊപ്പം തന്നെ ഹിയറിംഗിന് വിളിപ്പിക്കാം, മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കാം. പക്ഷേ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. അതായത് ഈ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറയുന്ന ആ വിധിക്ക് വിധേയമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിലവിൽ കമ്മീഷന് പ്രവർത്തനം തുടങ്ങാം എന്നത് സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസം തന്നെയാണ്. ഉറപ്പായും സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസമാണ്. ഷബ്നാസ് യാദാണ് വളരെ വിശദമായ രീതിയിലുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് മുനമ്പത്തെ ജനങ്ങളുടെ പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട്. മുനമ്പത്ത് നിന്ന് അജിത്ത് ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, ഈ സമരസമിതി ചെയർമാൻ തന്നെ ഇപ്പോൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് സൗണ്ട് ബൈറ്റ് നൽകിയിരിക്കുകയാണ്. ആ സമരപ്പന്തലിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ സമരം തുടരുകയാണ്. വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുമ്പിലുള്ള സമരപ്പന്തലിൽ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. അവർ ഈ വിധിയെ അല്ലെങ്കിൽ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കാം. ഇതിൽ ഏതാണെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് സമരസമിതി ഇതിനോട് പ്രതികരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം വലിയ തരത്തിലുള്ള പ്രതിഷേധമടക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങളടക്കം ഉയർന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ എന്താണ് നിങ്ങൾ
കമ്മീഷൻ്റെ ഇതിനോടാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിൽ ഡിവിഷൻ ബെഞ്ച് കമ്മീഷന് താൽക്കാലികമായി തുടരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ആശ്വാസമാകും. അതിന് ഞങ്ങൾക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത് കമ്മീഷൻ ഇവിടെ വന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥയും കണ്ട് സ്ഥലങ്ങളെല്ലാം കണ്ട് ഞങ്ങളുടെ ആധാരം പരിശോധിച്ച് എല്ലാം ചെയ്തതാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ അവസ്ഥകളും ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ കമ്മീഷൻ തുടരുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ കമ്മീഷൻ തുടർന്നു ശരിയായ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് പൈസ കൊടുത്ത് മേടിച്ച് 36 വർഷങ്ങൾ സകലവിധ റവന്യൂ അവകാശങ്ങളോടും കൂടി ഞങ്ങൾ അനുഭവിച്ചു വന്ന ഭൂമി. അപ്പോൾ കമ്മീഷൻ നല്ലൊരു റിപ്പോർട്ട് കോടതിക്ക് നൽകി എത്രയും വേഗം കോടതിയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടാനുള്ള ഒരു ഓർഡർ ഞങ്ങൾക്ക് ഇടുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കണ്ണുനീരിനും ഞങ്ങളുടെ സങ്കടത്തിനും ഞങ്ങളുടെ ഈ നിരാകര സമരത്തിനും ഒരു അറുതി ബഹുമാനപ്പെട്ട കോടതി ഇന്നുണ്ടാകുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബില്ലിൽ അതാണ് പറയുന്നത്. 177-ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ സമരം ഭൂസംരക്ഷണ സമിതി തുടരുന്നത്. അതിൽ ഈ വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞതനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ വഖഫ് ഭേദഗതി ബില്ല് 2 സഭകളും പാസ്സായ സാഹചര്യം, ഇതെല്ലാം ഈ മുനമ്പം നിവാസികളുടെ മുമ്പിലും മുനമ്പം സമരസമിതിയുടെ മുമ്പിലും സജീവ ചർച്ചാ വിഷയമാണ്. ആ വിഷയത്തിലെല്ലാം അവർ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേഗം തന്നെ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇപ്പോഴും സമരം തുടരുന്നത്. ബിനിൽ, ഓക്കെ, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം 600ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. 400ഓളം ഏക്കർ ഭൂമിയിൽ 150 ഏക്കറിലാണ് ഇപ്പോൾ ജനവാസം ഉള്ളത്. വളരെ സജീവമായി പതിറ്റാണ്ടുകളായി അവർ ജീവിക്കുന്ന ഒരു ഭൂമിയാണ്. ആ മനുഷ്യരെ അങ്ങനെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേരളത്തിൻ്റെ ആകെയുള്ള ഒരു നിലപാട്. അതേസമയം തന്നെ വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിയമപ്രശ്നം കൂടി നിലനിൽക്കുകയാണ്. ഇതിൽ രണ്ട് ഭാഗത്തും നിൽക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും സർക്കാർ എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ വെച്ചു പുലർത്തുന്നത്. ഒപ്പം ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ പോകില്ല. ആ വിധത്തിൽ അനുഭാവപൂർവമായ പഠനമാണ് നടത്തുന്നതെന്ന് പ്രത്യേക ജുഡീഷ്യൽ കമ്മീഷനും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ന്യൂസ് മലയാളത്തോട് നേരത്തെ.